അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇബ്തിദായി ഉറുദു എന്നുള്ള നമ്മുടെ പുസ്തകത്തിലെ 14ാമത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കിതാബിലുള്ള 83ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം സബഖ് ചൗദ 14ാമത്തെ പാഠം കഹാവത്തെ. ഓക്കെ, കഹാവത്ത് എന്നുള്ളതിൻ്റെ ജംആണ് കഹാവത്തെ എന്ന് പറയുന്നത്. കഹാവത്ത് എന്ന് പറഞ്ഞാൽ ആപ്തവാക്യം എന്നാണ് അർത്ഥം. ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ മുന്തിരി പുളിയുള്ളതാണ്, അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഏതായാലും ഇങ്ങനെയുള്ള ആപ്തവാക്യങ്ങൾക്കൊക്കെ പിറകിലായിട്ട് ഒരു കഥയുണ്ടാകും. ആ കഥയും നമുക്കറിയാമായിരിക്കും. പണ്ട് ഒരു വിശന്ന് വലഞ്ഞ കുറുക്കൻ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കാട്ടിലൂടെ ധാരാളം ചുറ്റി നടന്നപ്പോൾ അവസാനമായിട്ട് ഒരു മുന്തിരിത്തോട്ടത്തിൽ എത്തിപ്പെടുകയുണ്ടായി അല്ലേ. അങ്ങനെ മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ആ കുറുക്കന് കാണാൻ സാധിച്ചു, അവിടെ ധാരാളം മുന്തിരിക്കുലകൾ പഴുത്ത് പാകമായിട്ട് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കൊതിയോടുകൂടെ ആ മുന്തിരി കിട്ടാൻ വേണ്ടിയിട്ട് കുറുക്കൻ ധാരാളം തവണ ആ മുന്തിരിയുടെ അടുത്തേക്ക് ചാടി നോക്കി. പക്ഷേ എത്ര ചാടി നോക്കിയിട്ടും ആ മുന്തിരി കിട്ടിയില്ല അല്ലേ. അങ്ങനെ മുന്തിരി കിട്ടാതെ നിരാശനായിട്ട് ആ തോട്ടത്തിൽ നിന്നും മടങ്ങുമ്പോൾ സ്വന്തം ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ട്, താൻ ഇത്ര ചാടി നോക്കിയിട്ടും മുന്തിരി കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു മനപ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുറുക്കൻ മറ്റുള്ളവരോട് പറഞ്ഞു, എന്ത്, ആ മുന്തിരി ഞാൻ എടുക്കാത്തത് എനിക്ക് കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല, മറിച്ച് ആ മുന്തിരി പുളിയുള്ള കൊണ്ടാണ് എന്ന് ആ കുറുക്കൻ പറഞ്ഞു. ഓക്കെ, ആ കഥയിൽ നിന്നാണ് പിന്നീട് എങ്ങനെയുള്ളൊരു ആപ്തവാക്യം വന്നത്? മുന്തിരി പുളിയുള്ളതാണ്, അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെയുള്ള ഒരു ആപ്തവാക്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആപ്തവാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾ ഒരു കാര്യം ലഭിക്കാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം തവണ പരിശ്രമിച്ചു, എത്ര പരിശ്രമിച്ചിട്ടും എന്ത് കിട്ടിയില്ല? ആ ഒരു വസ്തു കിട്ടിയില്ല. അപ്പോൾ ആ അവസരത്തിൽ സ്വയം ആശ്വസിക്കാൻ വേണ്ടിയിട്ട് ആ വസ്തു കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ ഇന്ന പോരായ്മകളുണ്ട് എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ എന്തുപയോഗിക്കാൻ തുടങ്ങി? മുന്തിരി പുളിയുള്ളതാണ്, അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആപ്തവാക്യം കൊണ്ട് നമ്മൾ ധാരാളം ആശയങ്ങൾ ഉദ്ദേശിക്കാം അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ എന്ത് ചെയ്തു? ഒരു നല്ല നേതാവാകാൻ വേണ്ടിയിട്ട്, ഒരു മന്ത്രിയാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിച്ചു. ഓക്കെ, ആളുകളെ സഹായിച്ചിട്ടും കാര്യത്തിനൊക്കെ നന്നായിട്ട് പരിശ്രമിച്ചു. പക്ഷേ അവസാനം എത്ര പരിശ്രമിച്ചിട്ടും അയാൾക്കൊരു മന്ത്രിയാകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അയാൾ പറയാണ്, മന്ത്രിയായിട്ടും വലിയ കാര്യമൊന്നുമില്ല, മന്ത്രിയായാൽ പിന്നെ നമുക്കൊരു കാര്യവും സ്വാതന്ത്ര്യത്തോടു കൂടെ ചെയ്യാൻ കഴിയൂല, കാരണം എപ്പോഴും ആളുകൾ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു ന്യൂനത മന്ത്രിമാർക്ക് അദ്ദേഹം നൽകിയിട്ട് അയാൾ തിരിച്ചു പോരുകയാണ് എങ്കിൽ അയാളെക്കുറിച്ച് നമുക്ക് പറയാം, എന്ത്, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണത് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയ ആപ്തവാക്യം കൊണ്ട്, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള ഈ ചെറിയ ആപ്തവാക്യം കൊണ്ട് എന്ത് ഒരാളുടെ ജീവിതം മുഴുവനായിട്ട് അയാൾ ധാരാളം തവണ പരിശ്രമിച്ചും കിട്ടാത്ത ഒരു കാര്യം പിന്നീട് എന്ത് ചെയ്തു? അയാൾ തന്നെ ന്യൂനതയായിട്ട് കണ്ടു, പോരായ്മയായിട്ട് കണ്ടു എന്നുള്ള ഒരു വലിയ ആശയത്തിന് ഈ ഒരു ചെറിയ വാക്യം നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പദങ്ങൾക്കാണ് നമ്മൾ ആപ്തവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ആപ്തവാക്യങ്ങൾക്ക് പിറകിൽ മനോഹരമായിട്ടുള്ള കഥകൾ ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അത്തരത്തിലുള്ള 2 കഥകളാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാനുള്ളത്, കഹാവത്തെ, ആപ്തവാക്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. हर कहावत के पीछे कोई दिलचस्प कहानी होती है. कहावत के चंद अल्फाज वो बात बयान कर देते हैं जिसके लिए कई सफ़हात की ज़रूरत हो सकती है. हर कहावत इंसानी तजर्बे का निचोड़ पेश करती है. ഓക്കെ, അർത്ഥം വെച്ച് നോക്കാം. കഹാവത്ത് എന്നാൽ ആപ്തവാക്യം. ഹർ കഹാവത്ത് കെ പീछे, എല്ലാ ആപ്തവാക്യങ്ങളുടെയും പുറകിൽ. ഓക്കെ, പീछे എന്നാൽ പുറകിൽ എന്നാണ് അർത്ഥം. കോയി ഏതെങ്കിലും, ദിൽചസ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഹൃദയഹാരിയായ മനോഹരമായിട്ടുള്ള, കഹാനി ഹോത്തി ഹെ, കഹാനി എന്നാൽ കഥ, ഹോത്തി ഹെ ഉണ്ടാകുന്നു. അപ്പോൾ ഹർ കഹാവത്ത് കെ പീछे കോയി ദിൽചസ്പ് കഹാനി ഹോത്തി ഹെ, എല്ലാ ആപ്തവാക്യങ്ങളുടെയും പിറകിൽ ഏതെങ്കിലും മനോഹരമായിട്ടുള്ള കഥ ഉണ്ടാകുന്നു. ओके, कहावत के चंद अल्फाज वो बात बयान कर देते हैं जिसके लिए कई सफ़हात की ज़रूरत हो सकती है. कहावत के
ഒരു ആപ്തവാക്യത്തിലെ ചന്ദ് അൽഫാസ് അല്പം പദങ്ങൾ വോ ബാത്ത് ബയാൻ കർ ദേത്തെ ഹൈ അത്തരത്തിലുള്ള ഒരു കാര്യം വിവരിച്ചു നൽകുന്നു. ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം, ബയാൻ കർന വിവരിക്കുക, ബയാൻ കർ ദേന വിവരിച്ചു നൽകുക, അതിൻ്റെ ഹാലാണ് ബയാൻ കർ ദേത്താ ഹേ, അതിൻ്റെ ജം ആണ് ബയാൻ കർ ദേത്തെ ഹൈ, വിവരിച്ചു നൽകുന്നു. ഓക്കെ, അപ്പോൾ കഹാവത്ത് കെ ചന്ദ് അൽഫാസ് വോ ബാത്ത് ബയാൻ കർ ദേത്തെ ഹൈ, ഒരു ആപ്തവാക്യത്തിലുള്ള കുറഞ്ഞ പദങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ വിവരിച്ചു നൽകുന്നു. എത്തരത്തിലുള്ളതെന്നാൽ ജിസ് കേലിയെ എത്തരത്തിലുള്ള വാക്യങ്ങൾക്കാണോ കൈ സഫ്ഹാത്ത് കി ജറൂറത്ത് ഹോ സക്തി ഹെ, കൈ സഫ്ഹാത്ത് കി ധാരാളം പേജുകളുടെ, സഫ്ഹ എന്ന് പറഞ്ഞാൽ പേജ്, അതിൻ്റെ ജം ആണ് സഫഹാത്ത്, പേജുകളുടെ ജറൂറത്ത് ഹോ സക്തി ഹെ ആവശ്യം ഉണ്ടാകുന്നു. ഓക്കെ, ജറൂറത്ത് എന്നാൽ ആവശ്യം, അത്യാവശ്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു ആപ്തവാക്യത്തിലൂടെ തന്നെ ധാരാളം കാര്യങ്ങൾ പറയാൻ, ധാരാളം പേജുകൾ തന്നെ എഴുതി വെക്കാനുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ ഈ ഒരു ആപ്തവാക്യത്തിലെ ചെറിയ അല്പം പദങ്ങളിലൂടെ തന്നെ നമുക്ക് ലഭിക്കുമെന്നർത്ഥം. ഓക്കെ, അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത്. ഒരാളുടെ ജീവിതം തന്നെ മുഴുവൻ എഴുതേണ്ടിയിടത്ത് നമ്മൾ പറയുന്നത് എന്താണ്? കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള ആ ഒരു ആപ്തവാക്യം മാത്രമായിരിക്കുമെന്നർത്ഥം. ഓക്കെ, हर कहावत इंसानी तजरिबे का निचोड़ पेश करते हैं. हर कहावत എല്ലാ ആപ്തവാക്യങ്ങളും ഇൻസാനി തജ്രിബേക്ക, ഇൻസാനി എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട, തജ്രിബേക്ക തജ്രിബ എന്ന് പറഞ്ഞാൽ അനുഭവം എന്നാണ് അർത്ഥം. അപ്പോൾ ഇൻസാനി തജ്രിബേക്ക മനുഷ്യന്മാരുടെ അനുഭവങ്ങളുടെ നിച്ചോട്, നിച്ചോട് എന്ന് പറഞ്ഞാൽ സത്ത്, പൊരുള് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇൻസാനി തജ്രിബേക്ക നിച്ചോട് പേഷ് കർത്തി ഹെ, പേഷ് കർണ എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ ആപ്തവാക്യങ്ങളും മനുഷ്യന്മാരുടെ തജ്രിബേക്ക നിച്ചോട്, അനുഭവങ്ങളുടെ ഒരു സത്താണ് മുന്നോട്ട് വെക്കുന്നത്, അവതരിപ്പിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, നമ്മുടെ ഉദാഹരണത്തിൽ ആ ഒരു മനുഷ്യൻ്റെ ജീവചരിത്രമാണ് നമ്മൾ ആ കഹാവത്തിലൂടെ, ആ ആപ്തവാക്യത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കഹാവത്തുകളെ കൊണ്ട്, ആപ്തവാക്യങ്ങളെ കൊണ്ട് നമ്മൾ മനുഷ്യ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയാണ് മറ്റുള്ളവർക്ക് അവതരിപ്പിച്ചു നൽകുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ബച്ചോ ഇസ് സബക് മേ ആപ് ദോ കഹാവത്തെ പഠേംഗെ, അങ്കൂർ കഠേ ഹൈ ഓർ ബന്ദർ ബാണ്ട്. ബച്ചോ കുട്ടികളെ, ഇസ് സബക് മേ ഈ പാഠത്ത്, ആപ്പ് നിങ്ങൾ, ദോ കഹാവത്തെ രണ്ട് ആപ്തവാക്യങ്ങൾ പഠേംഗെ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് രണ്ട് ആപ്തവാക്യങ്ങൾ പഠേംഗെ എന്ന് പറഞ്ഞാൽ വായിക്കുന്നതാണ് എന്നർത്ഥം. ഓക്കെ, അങ്കൂർ കഠേ ഹൈ ഓർ ബന്ദർ ബാണ്ട്, ഒന്നാമത്തത് അങ്കൂർ കഠേ ഹൈ എന്നുള്ളതാണ്. അങ്കൂർ എന്നാൽ മുന്തിരി എന്നാണ് അർത്ഥം, ഖട്ട എന്ന് പറഞ്ഞാൽ പുളിയുള്ളത് എന്നാണ്. അപ്പോൾ അങ്കൂർ കഠേ ഹൈ എന്ന് പറഞ്ഞാൽ മുന്തിരി പുളിയുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ആപ്തവാക്യം. ആ കഥയെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഏതായാലും ആ കഥയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓർ പിന്നെ രണ്ടാമത്തെ ആപ്തവാക്യം എന്ന ബന്ദർ ബാണ്ട്. ഓക്കെ, ബന്ദർ എന്നാൽ കുരങ്ങൻ എന്നാണ് അർത്ഥം, ബാണ്ട് എന്ന് പറഞ്ഞാൽ വീതിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ബന്ദർ ബാണ്ട് എന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ വീതം വയ്ക്കൽ എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ബന്ദർ ബാണ്ട് എന്ന് പറയുന്ന മറ്റൊരു ആപ്തവാക്യവും കൂടി നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ആപ്തവാക്യം ഉണ്ടായിത്തീരാനുള്ള കഥയും, ആ മനോഹരമായിട്ടുള്ള കഥയും നമുക്കിവിടെ പരിചയപ്പെടാനുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് അങ്കൂർ കഠേ ഹൈ എന്നുള്ള ആ ഒരു ആപ്തവാക്യമാണ്, മുന്തിരി പുളിയുള്ളതാണ് എന്നുള്ള ആപ്തവാക്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കറിയാവുന്ന കഥ തന്നെയാണ്. ഏതായാലും അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ആപ്തവാക്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. कोशिश के बाद जब कोई चीज़ न मिल सके तो शर्मिंदगी मिटाने के लिए इसमें ऐब निकालना എന്നാണ് അങ്കൂർ കഠേ ഹൈ എന്നുള്ള ആപ്തവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോഷിഷ് കെ ബാദ്, കോഷിഷ് എന്ന് പറഞ്ഞാൽ പരിശ്രമം, കോഷിഷ് കെ ബാദ് പരിശ്രമങ്ങൾക്ക് ശേഷം, ജബ് എപ്പോഴാണോ, കോയി ചീസ് ഏതെങ്കിലും ഒരു വസ്തു, ന മിൽ സക്കേ അത് കിട്ടാൻ സാധിക്കാത്തത്, അപ്പോൾ ഷർമന്ദഗി മിഠാനെ കേലിയെ, ഷർമന്ദഗി എന്ന് പറഞ്ഞാൽ നാണക്കേട് അല്ലെങ്കിൽ നാണം. ഓക്കെ, അപ്പോൾ ഷർമന്ദഗി മിഠാനെ കേലിയെ നാണക്കേട് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട്, മിഠാന മായ്ക്കുക. ഓക്കെ, അപ്പോൾ മിഠാനെ കേലിയെ നാണക്കേട് മായ്ക്കാൻ വേണ്ടിയിട്ട്, ഇസ്മേ ആ വസ്തുവിൽ, ഐബിനിക്കാൽന, ഐബ് എന്ന് പറഞ്ഞാൽ ന്യൂനത, ഐബിനിക്കാൽന എന്ന് പറഞ്ഞാൽ ന്യൂനത കണ്ടെത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ
നമ്മൾ ധാരാളം തവണ പരിശ്രമിക്കുന്ന ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എത്ര പരിശ്രമിച്ചിട്ടും ആ സാധനം കിട്ടിയില്ല എങ്കിൽ പിന്നീട് അതൊരു നാണക്കേടായിട്ട് മാറും അല്ലേ. അതായത് അവനത് എത്ര നോക്കിയിട്ടും അവന് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു നാണക്കേടായിട്ട് മാറും. ആ നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ട്, മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് അത് കിട്ടാൻ പാടില്ലാത്ത വസ്തു തന്നെയാണ്, കാരണം അതിൽ ഇന്നാലിന്ന ന്യൂനതകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ അങ്കൂർ കട്ടേ ഹൈ എന്നുള്ള ആപ്തവാക്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോശിഷ് കെ ബായത് പരിശ്രമങ്ങൾക്ക് ശേഷം ജബ് കോയി ചീസ് നെ മിൽ സക്കേത്തോ, എപ്പോഴാണോ ഈ ഒരു വസ്തു കിട്ടാതിരിക്കുന്നത് അപ്പോൾ ഷർമന്ദഗി മിഠാനെ കെ ലിയെ, നാണക്കേട് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ഇസ്മേ ഐബ് നിക്കാൽന, അതിലുള്ള ഒരു ന്യൂനത കണ്ടെത്തുക എന്നുള്ളതാണ് അങ്കൂർ കട്ടേ ഹൈ എന്നുള്ള ആപ്തവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. बाज़ जानवर अपनी खसूसियात के लिए मशहूर हैं. मिसाल के तौर पर शेर की बहादुरी, घोड़े की वफादारी, लोमड़ी की चालाकी, बंदर की होशियारी. ओके, बाज़ जानवर, ചില മൃഗങ്ങൾ, अपनी खसूसियात के लिए, ഖുസൂസിയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകത. ഓക്കെ, അപ്നി ഖുസൂസിയാത്ത്, സ്വന്തം പ്രത്യേകതകൾ. അപ്പോൾ അപ്നി ഖുസൂസിയാത്ത് കേലിയെ മഷ്ഹൂർ ഹൈ, സ്വന്തം പ്രത്യേകതകൾ കാരണത്താൽ മഷ്ഹൂറാണ്, പ്രശസ്തരാണ് എന്നർത്ഥം. ഓക്കെ, നമുക്ക് ചില മൃഗങ്ങളെ കേട്ടാൽ തന്നെ അവർക്ക് ഇന്നാലിൻ്റെ പ്രത്യേകത ഉണ്ടാകുമെന്നറിയാം. മിസാൽ കെ തോർ പർ, ഉദാഹരണത്തിന്, മിസാൽ കെ തോർ പർ എന്നാൽ ഉദാഹരണത്തിന് എന്നാണ് അർത്ഥം. ഷേർ കി ബഹാദുരി, ഷേർ എന്നാൽ സിംഹം എന്നാണ് അർത്ഥം. ഷേർ കി ബഹാദുരി, ബഹാദുരി എന്ന് പറഞ്ഞാൽ ധീരത എന്നാണ് അർത്ഥം. അപ്പോൾ സിംഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഓടിയെത്തുന്ന അതിൻ്റെ ഒരു വിശേഷണമാണെന്ത്, സിംഹത്തിൻ്റെ ധീരത എന്നുള്ളത്. അപ്പോൾ ഷേർ കി ബഹാദുരി, സിംഹത്തിൻ്റെ ധീരത. ഘോഡയ്ക്ക് വഫാദാരി, ഘോഡ എന്നാൽ കുതിര ആണെന്ന് നമുക്കറിയാം. വഫാദാരി എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത പൂർത്തീകരണം അല്ലെങ്കിൽ വിശ്വസ്തത എന്നാണ് വഫാദാരി എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ കുതിരപ്പുറത്ത് കയറിയാൽ എന്ത് ചെയ്യും, ഈ കുതിര എന്നെ ഇന്നാലിന്ന സ്ഥലത്ത് ഇറക്കി വിടും എന്നുള്ള ഒരു വിശ്വാസം കാരണത്താലാണ് പണ്ടത്തെ ആളുകളൊക്കെ കുതിരയിൽ കയറി സവാരി നടത്തിയിരുന്നത്. അപ്പോൾ ഘോഡയ്ക്ക് വഫാദാരി, കുതിര എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ വിശ്വസ്തത എന്നുള്ള ഒരു പ്രത്യേകത അതിനുണ്ട് എന്നുള്ളതുപോലെ. ലോമടിക്ക് ചാലാക്കി, ലോമടി എന്നാൽ കുറുക്കൻ എന്നാണ് അർത്ഥം. ചാലാക്കി എന്നാൽ സൂത്രം. അപ്പോൾ ലോമടിക്ക് ചാലാക്കി, കുറുക്കൻ്റെ സൂത്രം. ഓക്കെ, നമ്മൾ ബാലരമയിലൊക്കെ നമ്മൾ പണ്ടൊക്കെ വായിച്ചിട്ടുണ്ടാകും സൂത്രൻ എന്നുള്ള ഒരു കഥാപാത്രം അല്ലേ, ഒരു കുറുക്കനാണത്. അപ്പോൾ ആ കഥാപാത്രത്തിന്, ആ കുറുക്കൻ, ആ സൂത്രന് ധാരാളം സൂത്രങ്ങൾ ഒപ്പിക്കുന്ന പണിയായിരുന്നു അല്ലേ. അപ്പോൾ ലോമടിക്ക് ചാലാക്കി, കുറുക്കൻ്റെ സൂത്രം. ബന്ദർക്ക് ഹോഷിയാരി, ബന്ദർ എന്നാൽ കുരങ്ങൻ എന്നാണ് നമ്മൾ പഠിച്ചു. ഹോഷിയാരി എന്നാൽ ബുദ്ധി എന്നാണ് അർത്ഥം. അപ്പോൾ ബന്ദർക്ക് ഹോഷിയാരി, കുരങ്ങൻ്റെ ബുദ്ധി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ചില മൃഗങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ ഉണ്ടാകും. അപ്പോൾ സിംഹത്തിന് പറഞ്ഞത് ഇവിടെ ധീരതയാണ്, കുതിരക്ക് പറഞ്ഞത് വിശ്വസ്തതയാണ്, കുറുക്കന് പറഞ്ഞത് സൂത്രം എന്നുള്ളതുപോലെ കുരങ്ങനെ പറഞ്ഞത് ബുദ്ധി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് മൃഗങ്ങളുടെ കഥയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് ലോമടിയുടെ ചാലാക്കി, ലോമടിയുടെ സൂത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ഏക് ദിൻ ഏക് ലോമടി അപ്നി ഗിദാ കി തലാഷ് മേ നിക്ലി, സാരാ ദിൻ ഘൂംതി ഫിർതി രഹി, ഖാനെ കോ കുछ न मिला, इसी तलाश में वो एक बाग में पहुंच गई. ഓക്കെ, ഏക് ദിൻ ഒരു ദിവസം, ഏക് ലോമടി ഒരു കുറുക്കൻ, അപ്നി ഗിദാ കി തലാഷ് മേ, ഗിസ എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണെന്ന് നമുക്കറിയാമല്ലോ. അത് മുഅന്നസായത് കൊണ്ടാണ് അപ്പിനി എന്ന് അതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്പിനി ഗിസാക്കി, സ്വന്തം ഭക്ഷണത്തിൻ്റെ, തലാഷ് മേ നിക്കലി, തലാഷ് എന്ന് പറഞ്ഞാൽ തിരച്ചിൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ തലാഷ് മേ നിക്കലി എന്ന് പറഞ്ഞാൽ തിരച്ചിലിൽ എന്ത് ചെയ്തു, പുറത്ത് കടന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി എന്നർത്ഥം. ഓക്കെ, സാരാദിൻ ഘൂംതി ഫിർതി രഹി, സാരാദിൻ ആ ദിവസം മുഴുവനും. ഓക്കെ, സാരാദിൻ ആ ദിവസം മുഴുവനും. ഘൂംതി ഫിർതി രഹി, ഘൂംന എന്ന് പറഞ്ഞാലും ഫിർന എന്ന് പറഞ്ഞാലും ചുറ്റിക്കറങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ, ഘൂംതി ഫിർതി രഹി എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു. ഓക്കെ, ആത്താരഹ എന്നുള്ള ആന എന്നുള്ള മസ്ദറിൽ നിന്നും ആത്താരഹ എന്നുള്ളതെടുത്താൽ അത് മാസി ഇസ്തിംറാറാണ് അതിൻ്റെ അർത്ഥം. അതായത് പോയി വന്നുകൊണ്ടേയിരുന്നുവെന്നാണ് ആത്താരഹ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അതേപോലെ തന്നെയാണ് ഇവിടെ ഖൂംതാരഹ അല്ലെങ്കിൽ ഫിർത്താരഹ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നുവെന്നർത്ഥം. അപ്പോൾ സാരാദിൻ ദിവസം മുഴുവനും, ഖൂംതി ഫിർതി രഹി ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു.
ഓക്കെ, അപ്പോൾ ഇവിടെ ഖൂംതാരഹ എന്നായിരുന്നു വരേണ്ടിയിരുന്നത്, അത് ഖൂംതി എന്നായത്, ഫിർത്തി എന്നായതൊക്കെ ലോമഡി എന്നുള്ളത് കുറുക്കൻ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സാറാദിൻ ഖൂംതി ഫിർത്തി രഹി, ആ ദിവസം മുഴുവനും ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു. എങ്കിലും ഖാനേക്കോ കുച്നമില, ഖാനേക്കോ തിന്നാൻ വേണ്ടിയിട്ട്, കുച്നമില ഒന്നും കിട്ടിയില്ല. മിൽന എന്ന് പറഞ്ഞാൽ കിട്ടുക, ലഭിക്കുക, ന മില എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടിയില്ല. ഇസി തലാഷ് മേ വോ ഏക് ബാഗ് മേ പഹുഞ്ച് ഗയി, ഇസി തലാഷ് മേ ആ ഒരു തിരച്ചിലിൽ, വോ ആ കുറുക്കൻ, ഏക് ബാഗ് മേ ഒരു തോട്ടത്തിൽ, ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, പഹുഞ്ച് ഗയി എത്തി, പഹുഞ്ചന പഹുഞ്ചാന എന്നൊക്കെ പറഞ്ഞാൽ എത്തുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇസി തലാഷ് മേ വോ ഏക് ബാഗ് മേ പഹുഞ്ച് ഗയി, ആ ഒരു തിരച്ചിലിൽ ആ കുറുക്കൻ ഒരു തോട്ടത്തിൽ എത്തിച്ചേർന്നു എന്നർത്ഥം. ओके, वहाँ अंगूर की बेल थी, अंगूर के रसदार खूशे लटक रहे थे, लोमड़ी के मुंह में पानी भराया, ऊपर को मुंह उठाकर वहाँ बैठ गई. उसने सोचा ये अंगूर तो महीनों के लिए काफ़ी हैं. आसपास देखकर वो अंगूर के एक खूशे की तरफ उछली, मगर उस तक ने पहुँच सकी. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വഹാ അവിടെ, ആ തോട്ടത്തിൽ, അങ്കൂർ കി, അങ്കൂർ എന്ന് പറഞ്ഞാൽ മുന്തിരി എന്നാണ് അർത്ഥം, ബേൽ എന്നാലോ വള്ളി എന്നാണ് അർത്ഥം. അപ്പോൾ വഹ അങ്കൂർ കി ഭേൽത്തി, അവിടെ മുന്തിരി വള്ളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ബേൽ എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ് അതിനു മുമ്പ് കി എന്നുള്ള ഹർഫെ റബത്തും അതിനുശേഷം തി എന്നും ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വഹ അങ്കൂർ കി ഭേൽത്തി, അവിടെ മുന്തിരി വള്ളികളായിരുന്നു. അങ്കൂർ കെ റസ്ദാർ ഹൂഷെ ലടക് രഹേ ഥേ, അങ്കൂർ കെ മുന്തിരിയുടെ റസ്ദാർ, റസ് എന്ന് പറഞ്ഞാൽ രുചി എന്നാണ് അർത്ഥം, റസ്ദാർ രുചിയുള്ള. ഓക്കെ, ഹൂഷ എന്ന് പറഞ്ഞാൽ കുല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജംആണ് ഹൂഷെ, കുലകൾ. ലടക് രഹേ ഥേ, ലടക്ന എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക എന്നാണ് അർത്ഥം, ലടക് രഹേ ഥേ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്കൂർ കെ റസ്ദാർ ഹൂഷെ ലടക് രഹേത്തെ, മുന്തിരിയുടെ രുചിയുള്ള കുലകൾ അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ലോമടി കെ മുഹ്മെ പാനി ഭറായ, ലോമടി കെ ആ കുറുക്കൻ്റെ മുഹ്മെ വായയിൽ, മുഹ് എന്ന് പറഞ്ഞാൽ വായ എന്നാണ് അർത്ഥം, പാനി വെള്ളം, ഭർ ആയ നിറഞ്ഞു വന്നു. ഓക്കെ, ഭർന നിറയുക, ഭർ ആയ നിറഞ്ഞു വരിക എന്നർത്ഥം. അപ്പോൾ ലോമടി കെ മുഹ്മെ പാനി ഭർ ആയ, ആ ഒരു മുന്തിരിയൊക്കെ കണ്ടിട്ട് ആ കുറുക്കൻ്റെ വായയിൽ വെള്ളം നിറഞ്ഞു വന്നു, വെള്ളമൂറി എന്നർത്ഥം. ഓക്കെ, നമ്മളൊക്കെ രുചിയുള്ള ഭക്ഷണം കാണുമ്പോൾ നമ്മുടെ വായിലൊക്കെ വെള്ളം വരാറുണ്ട് എന്നുള്ളത് പോലെ തന്നെ കുറുക്കനും വന്നു. ഓക്കെ, ഊപ്പർക്കോ മുഹ് ഉടാക്കർ വഹാ ബൈറ്റ് ഗയി, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഊപ്പർക്കോ മുകളിലേക്ക്, ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ, മുഹ് ഉഠാക്കർ, മുഹ് ഉഠാന എന്ന് പറഞ്ഞാൽ വായ പൊക്കുക എന്നർത്ഥം. അപ്പോൾ മുകളിലേക്ക് വായ പൊക്കിയിട്ട് വഹാ ബൈറ്റ് ഗയി, അവിടെ തന്നെ ഇരുന്നുവെന്നർത്ഥം. ഓക്കെ, ബൈഠ്ന ബൈഠ് ജാന എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ വഹാ ബൈറ്റ് ഗയി, അവിടെ തന്നെ ഇരുന്നു. ഉസ്നെ സോച്ച, എന്നിട്ട് ആ കുറുക്കൻ ചിന്തിച്ചു, സോച്ചന ചിന്തിക്കുക, ഉസ്നെ സോച്ച അവൻ ചിന്തിച്ചു, ഏ അങ്കൂർത്തോ ഈ മുന്തിരിയെങ്കിൽ മഹീനോ കേലിയെ കാഫി ഹൈ, മഹീന എന്നാൽ മാസം എന്നാണ് അർത്ഥം, അതിൻ്റെ ജംആണ് മഹീനോ മാസങ്ങൾ, മഹീനോ കേലിയെ മാസങ്ങൾക്ക് വേണ്ടിയിട്ട്, കാഫി ഹൈ മതിയായതാകുന്നു. അപ്പോൾ ഈ മുന്തിരി തന്നെ ലഭിച്ചാൽ മതി, ഒരു മാസത്തിനുള്ള അല്ലെങ്കിൽ ധാരാളം മാസത്തിനുള്ള മതിയായ ഭക്ഷണം ഈ മുന്തിരി തന്നെ മതിയായിരിക്കുമെന്നർത്ഥം. ഓക്കെ, ഉസ്നെ സോച്ച ആ കുറുക്കൻ വിചാരിച്ചു, അവൻ ചിന്തിച്ചു, ഈ അങ്കൂർത്തോ ഈ മുന്തിരിയാണെങ്കിൽ മഹീനോ കേലിയെ കാഫി ഹൈ മാസങ്ങളോളം മതിയാകുന്നതാണ്. ഓക്കെ, ആസ്പാസ് ദേഖർ വോ അങ്കൂർ കെ ഏക് ഹൂഷെ കി തറഫ് ഉച്ഛ്ലി, ആസ്പാസ് ദേഖർ ചുറ്റുപാടും നോക്കിയിട്ട്, ആസ്പാസ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും എന്നാണ് അർത്ഥം. കാരണം ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഈ തോട്ടക്കാരൻ വരുന്നുണ്ടെങ്കിൽ തന്നെ ആട്ടിപ്പായിക്കുമല്ലോ, അപ്പോൾ തോട്ടക്കാരൻ വരുന്നുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആസ്പാസ് ദേഖർ ചുറ്റുപാടും നോക്കിയിട്ട്, വോ അങ്കൂർ കെ ആ കുറുക്കൻ, അങ്കൂർ കെ മുന്തിരിയുടെ, ഏക് ഹോഷേക്കി തറഫ് ഒരു കുലയുടെ നേരെ. ഓക്കെ, ഹോഷേക്കി തറഫ് ആ കുലയുടെ നേരെ, ഉച്ഛ്ലി, ഉച്ഛൽന എന്ന് പറഞ്ഞാൽ ചാടുക എന്നാണ് അർത്ഥം, ഉച്ഛല എന്നാൽ ചാടി എന്നുള്ളതിൻ്റെ മാളിയാണ്, അതിൻ്റെ മുഅന്നസാണ് ഉച്ഛ്ലി, ചാടി എന്നുള്ളത്. ഓക്കെ, ഉച്ഛലി എന്ന് പറയാനുള്ള കാരണം ലോമഡി എന്നുള്ളത് മുഅന്നസായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ
वो अंगूर के एक खुशे की तरफ उछली അവൻ എന്ത് ചെയ്തു ആ മുന്തിരിയുടെ ഒരു കുലക്ക് നേരെ ചാടി മഗർ പക്ഷേ ഉസ്തക്കിനെ പഹൂൻ സക്കി ഉസ്തക്ക് അതുവരെ നെ പഹൂൻ സക്കി എത്താൻ സാധിച്ചിട്ടില്ല എന്നർത്ഥം. ഓക്കെ, പഹൂൻ സക്കിന എത്താൻ സാധിക്കുക, നെ പഹൂൻ സക്കി എത്താൻ സാധിച്ചില്ല. അപ്പോൾ ഒരു മുന്തിരിക്കൊല ലഭിക്കാൻ വേണ്ടിയിട്ട് ചാടി നോക്കി, പക്ഷേ അവിടേക്ക് എത്താൻ സാധിച്ചില്ല എന്നർത്ഥം. ഓക്കെ, കഹിനയിലേക്ക് ഉംദാ ചീസ് ആസാനി സെ ഹാത്ത് കഹാ ആത്തി ഹെ. കഹിനയിലേക്ക് ഇങ്ങനെ ഒറ്റച്ചാട്ടം കൊണ്ട് തന്നെ കിട്ടാതിരുന്നപ്പോൾ കഹിനയിലേക്ക് ആ കുറുക്കൻ പറയാൻ തുടങ്ങി. ഓക്കെ, ഉംദ ചീസ്, ഉംദ എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ, ഉത്തമമായ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഉത്തമമായ ചീസ് വസ്തുക്കൾ ആസാനീസെ എളുപ്പത്തിൽ, ആസാനി എന്നാൽ എളുപ്പം, ഹാത്ത് കഹാ ആത്തി ഹെ, ഹാത്ത് ആന എന്ന് പറഞ്ഞാൽ കരസ്ഥമാവുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ കഹിനയിലേക്ക് ഒറ്റച്ചാട്ടത്തിൽ തന്നെ ആ മുന്തിരി ലഭിക്കാതിരുന്നപ്പോൾ കഹിനയിലേക്ക് ആ കുറുക്കൻ പറയാൻ തുടങ്ങി ഉംദാ ചീസ്, ഉത്തമമായിട്ടുള്ള വസ്തുക്കൾ, അതായത് ഇവിടുത്തെ മുന്തിരി, ആസാനീസെ വളരെ എളുപ്പത്തിൽ, ഹാത്ത് കഹാ ആത്തി ഹെ എവിടെയാണ് കരസ്ഥമാകുന്നത് എന്നർത്ഥം. അപ്പോൾ ഒറ്റച്ചാട്ടത്തിൽ തന്നെ കിട്ടിയില്ല എന്ന് വെച്ച് നിരാശനാകേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ എളുപ്പത്തിൽ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അത് എവിടെ വെച്ചിട്ടാണ് കിട്ടുക? അപ്പോൾ കുറേ തവണ ചാടി നോക്കിയാൽ കിട്ടിയേക്കും എന്നുള്ള ഒരു ആശ്വാസത്തിനാണ് കുറുക്കൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, തോടി ദീർബാഴ്ത്, കുറഞ്ഞ സമയത്തിന് ശേഷം, തോടി എന്നാൽ കുറഞ്ഞ, ദീർബാഴ്ത് സമയത്തിന് ശേഷം, ഉസ്നെ റുഹ് ബദൽക്കർ, റുഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം. ഓക്കെ, റുഹ് ബദല്ല എന്ന് പറഞ്ഞാൽ ഭാഗം മാറ്റുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു മുന്തിരിക്കുലയിലേക്ക് ചാടി നോക്കി, പക്ഷെ കിട്ടിയില്ലല്ലോ. അപ്പോൾ പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് തോടി തീർപ്പായത് കുറച്ച് സമയത്തിന് ശേഷം ഉസ്നെ റുഹ് ബദൽക്കർ, അവൻ ഭാഗം മാറ്റിയിട്ട് ഫിർ ചലാങ് ലഗായി. ചലാങ് എന്ന് പറഞ്ഞാൽ ചാട്ടം എന്നാണ് അർത്ഥം. ചലാങ് ലഗാന എന്ന് പറഞ്ഞാൽ ചാടുക, ചാട്ടം വെച്ചു കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ തോടി ദീർബായത് കുറഞ്ഞ സമയത്തിന് ശേഷം ഉസ്നെ റുഹ് ബദൽക്കർ, അവൻ അവിടുത്തെ സ്ഥലം മാറ്റിയിട്ട്, ഭാഗം മാറ്റിയിട്ട് ഫിർ ചലാങ് ലഗായി, പിന്നീടും ഒരു ചാട്ടം വെച്ചു കൊടുത്തു, ചാടി എന്നർത്ഥം. മഗർ പക്ഷേ മുഹ്മെ ഏക് ബി അങ്കൂർ നഹി ആയ, പക്ഷേ മുഹ്മെ വായയിൽ, അപ്പോൾ ചാടിയിട്ട് വായ കൊണ്ട് കടിക്കാനാണ് ആ കുറുക്കൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മുഹ്മെ ആ വായയിൽ ഏക് ബി അങ്കൂർ, ഒരു അങ്കൂർ പോലും, ഒരു മുന്തിരി പോലും നഹി ആയ വന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചാട്ടത്തിനും അവൻ്റെ വായ ആ മുന്തിരിയിലേക്ക് എത്തിയില്ല എന്നർത്ഥം. ഓക്കെ, ഉസ്നെ സോച്ച ഹിമ്മത്ത് നഹി ഹാർനി ചായേ, ഉസ്നെ സോച്ച എന്നിട്ട് അവൻ ചിന്തിച്ചു. അപ്പോൾ രണ്ടാമത്തെ ചാട്ടത്തിനും ആ മുന്തിരി കിട്ടിയില്ലല്ലോ. അപ്പോൾ അവൻ ചിന്തിച്ചു ഹിമ്മത്ത് നഹി ഹാർനി ചായേ. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ മനോധൈര്യം എന്നാണ് അർത്ഥം. ഓക്കെ, ഹിമ്മത്ത് ഹാർന എന്ന് പറഞ്ഞാൽ മനോധൈര്യം ചോരുക, മനോധൈര്യം ഇല്ലാതാവുക എന്നൊക്കെയാണ് ഹിമ്മത്ത് ഹാർന എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അപ്പോൾ ഹുസ്നെ സോച്ച, രണ്ടാമതായിട്ടുള്ള ചാട്ടത്തിന് മുന്തിരി കിട്ടാതിരുന്നപ്പോൾ ആ കുറുക്കൻ ചിന്തിച്ചു ഹിമ്മത്ത് നഹി ഹാർനി ചായേ, ഒരിക്കലും മനോധൈര്യം ചോരാൻ പാടില്ല. ഓക്കെ, ഹിമ്മത്ത് ഹാർനി ചായേ എന്നായിരുന്നെങ്കിൽ മനോധൈര്യം ചോരണം എന്നാകും അതിൻ്റെ അർത്ഥം. നെഹി ഹാർനി ചായേ എന്നാകുമ്പോൾ ഒരിക്കലും മനോധൈര്യം ചോരാൻ പാടില്ല എന്നാകും അർത്ഥം. ഓക്കെ, फिर उसने अपने जिस्म में फुर्ती पैदा की और लगातार कई छलांगें लगाए. ഓക്കെ, ഇനി അടുത്ത ആ ഒരു സെൻറ്റൻസിൽ ഫുർത്തി എന്ന് കാണാം. ഫുർത്തി എന്ന് പറഞ്ഞാൽ ഉന്മേഷം, വേഗത എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാട്ടത്തിനും അവന് ആ മുന്തിരി കിട്ടിയില്ല. ഫിർ പിന്നീട് ഉസ്നെ ആ കുറുക്കൻ അപ്നെ ജിസ്മെ സ്വന്തം ശരീരത്തിൽ, ജിസ്ം എന്നാൽ ശരീരം, അപ്നെ ജിസ്മെ സ്വന്തം ശരീരത്തിൽ, ഫുർത്തി പൈതാക്കി ഉന്മേഷം ഉണ്ടാക്കി. ഓക്കെ, അല്ലെങ്കിൽ വേഗത ഉണ്ടാക്കി. അതായത് ഒരു പ്രാവശ്യം ചാടിയിട്ട് കുറേ നേരം നിൽക്കുക, പിന്നെ രണ്ടാമത് പിന്നെയും ചാടിയിട്ട് കുറേ നേരം നിൽക്കുക, അങ്ങനെയല്ലാതെ ഒരു ഉന്മേഷത്തോടുകൂടെ ആ മുന്തിരി കിട്ടാൻ വേണ്ടിയിട്ട് വേഗതയിൽ ചാടാൻ വേണ്ടിയിട്ട് ആ കുറുക്കൻ ഉദ്ദേശിച്ചുവെന്നർത്ഥം. അതാണ് ജിസ്മെ ഫുർത്തി പൈതാക്കി, സ്വന്തം ശരീരത്തിൽ ഒരു ഉന്മേഷമുണ്ടാക്കി, വേഗതയുണ്ടാക്കി. ഓർ പിന്നെ ലഗാത്താർ, തുടരെയായി, ലഗാത്താർ തുടർച്ചയായിട്ട്, കൈ ചലാങ്കെ ലഗായി, ധാരാളം തവണ ചാടി നോക്കി എന്നർത്ഥം. ഓക്കെ, കൈ ധാരാളം, ചലാങ്കെ ലഗായി എന്ത് ചെയ്തു? ചാട്ടം വെച്ചു കൊടുത്തു, ചാടി നോക്കി എന്നർത്ഥം. ഓക്കെ,
മഗർ പക്ഷേ ഇങ്ങനെ ധാരാളം തവണ ചാടി നോക്കിയിട്ടും അങ്കോറോൻ തക് നെ പഹൂൻസക്കി, അങ്കോറോൻ തക്ക് ആ മുന്തിരികൾ വരെ, മുന്തിരിയിലേക്ക് നെ പഹൂൻസക്കി എത്താൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ എത്ര ചാടി നോക്കിയിട്ടും ആ കുറുക്കൻ്റെ വായ മുന്തിരിയിലേക്ക് എത്തിയില്ല. ഓർ ബുരി തൊറഹ് തക്ക്, ഇങ്ങനെ ധാരാളം തവണ ചാടിയത് കാരണത്താൽ ബുരി തൊറഹ് മോശമായ രീതിയിൽ തക് ഗയി, തക്ന എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക എന്നാണ് അർത്ഥം. തക് ഗയി ആ കുറുക്കൻ ക്ഷീണിച്ചു. ഓക്കെ, അപ്പോൾ കുറേ തവണ ചാടി നോക്കിയിട്ട് ഒരു മുന്തിരി പോലും കിട്ടിയില്ല. ഇങ്ങനെ തുടരെ ധാരാളം തവണ ചാടിയതിനാൽ നന്നായിട്ട് ക്ഷീണിക്കുകയും ചെയ്തു. ആഖർക്കാർ നിഠാൽ ഹോക്കർ ബാഗ് സെ ബാഹർ ജാനെ ലഗി. ഓക്കെ, ആഖർക്കാർ എന്നാൽ അവസാനം എന്നാണ് അർത്ഥം. നിഠാൽ എന്ന് പറഞ്ഞാലും ക്ഷീണിതൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആഖർക്കാർ അവസാനം, നിഠാൽ ഹോക്കർ ക്ഷീണിതനായിട്ട്, ബാഗ്സെ ആ തോട്ടത്തിൽ നിന്നും, ബാഹർ ജാനയിലേക്ക് പുറത്തു പോകാൻ തുടങ്ങി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ കുറേ തവണ ചാടി നോക്കി എന്നിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു അവൻ? ആഖർക്കാർ അവസാനം, നിഠാൽ ഹോക്കർ ഇങ്ങനെ ക്ഷീണിച്ചവശനായിട്ട്, ബാഗ്സെ ബാഹർ ജാനയിലേക്ക് ആ തോട്ടത്തിൽ നിന്നും പുറത്തു പോകാൻ തുടങ്ങി. ജാത്തെ ജാത്തെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ. ജാത്തെ ജാത്തെ എന്നൊക്കെയുള്ള പദപ്രയോഗം അല്ലെങ്കിൽ ആത്തെ ആത്തെ എന്നുള്ള പദപ്രയോഗമൊക്കെ നമ്മൾ ഉറുദുവിൽ പലതവണ കേട്ടിട്ടുണ്ടാകും അല്ലേ? ജാത്തെ ജാത്തെ പോയിക്കൊണ്ടിരിക്കെ, ഉസ്നെ അങ്കോറോങ്കോ മുഡ് കർ ദേഖ. ഓക്കെ, ഉസ്നെ ആ കുറുക്കൻ, അങ്കൂറോങ്കോ ആ മുന്തിരികളെ. ഇവിടെ ഉസ്നെ എന്നുള്ള പദപ്രയോഗം അലാമത്തെ ഫായിലാണ് എന്നും കോ എന്നുള്ള പദപ്രയോഗം അലാമത്തെ മഫ്ഊലാണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? അപ്പോൾ ഉസ്നെ ആ കുറുക്കൻ, അങ്കൂറോങ്കോ ആ മുന്തിരികളെ, മുഡ്കർ ദേഖ, മുഡ്ന എന്നാൽ തിരിയുക എന്നാണ് അർത്ഥം. മുഡ്കർ ദേഖ തിരിഞ്ഞിട്ട് നോക്കി എന്നർത്ഥം. അപ്പോൾ തനിക്ക് ഇതുവരെ കിട്ടാതിരുന്ന മുന്തിരിയിലേക്ക് ഒന്നുകൂടി നോക്കി. इतनी देर में एक दूसरी लोमड़ी आ गई और कहने लगी, बहन क्यों चल दे, अंगूर नहीं मिले. ഓക്കെ, ഇത്തിനി ദേർമേ ഈ ഒരു സമയത്തിനുള്ളിൽ, ഈ ഒരു സമയത്ത്, ഏക്ക് ദൂസരി ലോമടി മറ്റൊരു ലോമടി എന്നർത്ഥം. മറ്റൊരു ലോമടി, ഒരു കുറുക്കൻ, ആകയി വന്നു, ഓർ കഹനയിലേക്ക് എന്നിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു തോട്ടം വിട്ടിട്ട് നമ്മുടെ ആദ്യത്തെ കുറുക്കൻ പുറത്തേക്ക് വരികയാണ്. വളരെ ക്ഷീണിതനായിട്ടുണ്ട്, ഒറ്റ മുന്തിരിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഏക്ക് ദൂസരി ലോമടി ആകയി, മറ്റൊരു ലോമടി കൂടി വന്നു. അവർ കഹനയിലേക്ക് എന്നിട്ട് പറയാൻ തുടങ്ങി, ബഹൻ ഓ സഹോദരി. ബഹൻ എന്നാൽ സഹോദരി എന്നാണ് അർത്ഥം. അത് ഇവിടെ സ്വന്തം കൂട്ടുകാരിയായിട്ടുള്ള കുറുക്കനെ വിളിക്കുകയാണ്, ബഹൻ സഹോദരി. ക്യൂ ചൽദേ എന്തുകൊണ്ടാണ്, എന്ത് കാരണത്താലാണ് നിങ്ങളിപ്പോൾ പോകുന്നത്? ഓക്കെ, അങ്കൂർ നഹീമിലെ അവിടെയുള്ള മുന്തിരികൾ കിട്ടിയില്ലേ? അപ്പോൾ മുന്തിരി കിട്ടാതെയാണോ നിങ്ങൾ മടങ്ങുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മടങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ് രണ്ടാമത്തെ കുറുക്കൻ ഒന്നാമത്തെ കുറുക്കനോട്. അപ്പോൾ ലോമടീനെ കഹ, അപ്പോൾ ആ കുറുക്കൻ പറഞ്ഞു, നഹി അങ്കൂർ തോ ബഹൂത് ഹൈ ലേക്കിൻ കഠേ ഹൈ. ഓക്കെ, നഹി അതുകൊണ്ടൊന്നുമല്ല, ഈ മുന്തിരി കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല ഞാനിവിടെ നിന്ന് പോകുന്നത്, മറിച്ച് അങ്കൂർ തോ ബഹുത് ഹൈ, ഇവിടെയുള്ള മുന്തിരി ധാരാളമുണ്ട്, എത്ര വേണമെങ്കിലും എനിക്ക് കിട്ടും. പക്ഷേ ലേക്കിൻ കട്ടേ ഹൈ, ഇതെന്താണ്? പുളിയുള്ളതാണ് എന്നർത്ഥം. അപ്പോൾ പുളിയുള്ള ആ മുന്തിരി ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, മുന്തിരിയൊന്നും എടുക്കാതെ പുറത്തേക്ക് പോകുന്നത് എന്നാണ് ഒന്നാമത്തെ ലോമടി പറഞ്ഞത് എന്നർത്ഥം. ഓക്കെ, ഇതോടുകൂടെ ആദ്യത്തെ കഥ കഴിയുന്നു. അങ്ങനെ ഈ ഒരു കഥ ആസ്പദമാക്കിയിട്ടാണ് അങ്കൂർ കട്ടേ ഹൈ എന്നുള്ള ഒരു പദപ്രയോഗം, മുന്തിരി പുളിയുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലേക്ക് വന്നാൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെയുള്ള ഒരു ആപ്തവാക്യം ഉണ്ടായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു ആപ്തവാക്യവും കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഏതായാലും ഇന്ന് നമ്മൾ പഠിച്ച അല്പം കുറച്ചുകൂടി വാക്കുകളുണ്ട്, അവ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ആദ്യമായി കഹാവത്ത്, ആപ്തവാക്യം. ദിൽചസ്പ്, മനോഹരമായ, ഹൃദയഹാരിയായ. കഹാനി, കഥ. സഫ്ഹ ജംഉ സഫഹാത്ത്, പേജ്. പേഷ് കർണ, അവതരിപ്പിക്കുക. നിച്ചോട്, പൊരുൾ, സത്ത്. അങ്കൂർ, മുന്തിരി. ഖട്ട, പുളിയുള്ള. ബന്ദർ, കുരങ്ങൻ. ബാണ്ടിന, വീതം വെക്കുക. ബാണ്ട്, വീതം വെക്കൽ. കോഷിഷ്, പരിശ്രമം. മിൽ സക്കിന, കിട്ടാൻ സാധിക്കുക. ഷർമന്ദഗി, നാണക്കേട്. ഐബ്, പോരായ്മ. ഐബ് നിക്കാൽന, പോരായ്മ കണ്ടെത്തുക. ഹുസൂസിയത്ത് ജംഉ ഹുസൂസിയാത്ത്, പ്രത്യേകത. ഷേർ, സിംഹം. ബഹാദുരി, ധീരത. വഫാദാരി, വാഗ്ദത്ത പൂർത്തീകരണം, വിശ്വസ്തത. ലോമടി, കുറുക്കൻ.
ചാലാക്കി സൂത്രം, ഹോഷിയാരി ബുദ്ധി, തലാഷ് തിരച്ചിൽ, ഘൂംന ഫിർന ചുറ്റിക്കറങ്ങുക, ബാഗ് തോട്ടം, പഹൂഞ്ചന എത്തുക, ബേൽ വള്ളി, റസ് രുചി, റസ്ദാർ രുചിയുള്ള, ഹൂഷ ജംഉ ഹൂഷെ കുല, ലടക്കിന തൂങ്ങിക്കിടക്കുക, ഊപ്പർ മുകളിൽ, ഉഠാന ഉയർത്തുക, കാഫി മതിയായത്, ആസ്പാസ് ചുറ്റുപാടും, ഉച്ചൽന ചാടുക, ഉംദ വിശിഷ്ടമായ ഉത്തമമായ, ആസാനി എളുപ്പം, ഹാത്ത് ആന കിട്ടുക കരസ്ഥമാവുക, തോടി അല്പം കുറച്ച്, റുഹ് മുഖം, റുഹ് ബദൽന ഭാഗം മാറ്റുക, ഛലാങ്ക് ചാട്ടം, ഛലാങ്ക് ലഗാന ചാടുക, ചാട്ടം വെച്ചു കൊടുക്കുക, ഹിമ്മത്ത് മനോധൈര്യം, ഹിമ്മത്ത് ഹാർന മനോധൈര്യം ചോർന്നു പോവുക, ഫുർത്തി വേഗത ഉന്മേഷം, ലഗാതാർ തുടർച്ചയായി, ബുരി തൊറഹ് മോശമായ രീതിയിൽ, ഥക്ന ഥക്ജാന ക്ഷീണിക്കുക, ആഹർക്കാർ അവസാനം, നിഡാൽ ക്ഷീണിതൻ, ജാത്തെ ജാത്തെ പോയിക്കൊണ്ടിരിക്കെ, മുടിന തിരിയുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.